അതേ സമയത്ത് ആക്ഷേപിക്കപ്പെടുന്ന വിഷയം നമുക്ക് പവറും നമുക്ക് കിബറും നമുക്ക് അഹന്തയും അഹംഭാവവും ഒക്കെ ഉണ്ടാകുന്ന രൂപത്തിൽ നമ്മുടെ കണക്കുകളൊക്കെ എണ്ണിപ്പറഞ്ഞ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി ഞാനും എൻ്റെ കുടുംബവും അത്യാവശ്യം തിരക്കേടില്ല എന്നൊരു വർത്തമാനം. അൽഹാകുമുത്തകാസുർ, തകാസുർ നിങ്ങളെ ശ്രദ്ധ തിരിച്ചു കളഞ്ഞു. മഹാന്മാരായ പണ്ഡിതന്മാർ ഇനിയും അതിന് വിശദീകരണം നൽകിയിട്ടുണ്ട്. അൽഹാകുമുത്തകാസുർ, സമ്പത്ത് പെരുപ്പിക്കുന്നതിലുള്ള അലച്ച, ആ അലച്ച നിങ്ങളെ വഴിമാറ്റിക്കളഞ്ഞു. അൻ ത്വാഅത്തി റബ്ബിക്കും, റബ്ബിനനുസരിക്കുന്നതിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. ഹത്താ അതാകുമുൽ മൗത്ത്, മരണം നിങ്ങൾക്ക് വരുന്നത് വരെ. ഇന്നലെ കഴിഞ്ഞ രാത്രിയിൽ ഞാനൊരു ചെറുപ്പക്കാരനോട് ചോദിച്ചു, റമളാനു ഷരീഫാണ്, റമളാനിൽ മാത്രം കിട്ടുന്ന നിസ്കാരമാണ് 20 റക്അത്ത് തറാവീഹ്, ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരം. ഇപ്പോഴും ജോലി പറഞ്ഞിട്ട് നേരം വൈകി എത്തി എന്നാ പറയുന്നെങ്കിൽ പിന്നെന്താ കഥ? പിന്നെന്നാ ജോലിയൊന്നും വൈകാതെ എത്തലി എന്നാത്താന്ന് പഞ്ഞു വെക്കുമ്പത്ത്. അതാണ് പറഞ്ഞേ ഹത്താ സുർത്തുമുൽ മഖാബിർ എന്ന് പറഞ്ഞാൽ ഹത്താ അത്താക്കുമുൽ മൗത്ത്, മരണം നിങ്ങൾക്ക് വരുന്നത് വരെ ഹിർസു മാറൂല, അലച്ച മാറുകയില്ല, അലച്ചയുണ്ടാകും. മനുഷ്യനിൽ അല്ലാഹു തആല നൽകിയ ഒരു ചെറിയ ഹിർസുണ്ട്. ആ ഹിർസ് ഇങ്ങനെ വികസിച്ച് 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 വന്ന് സദാ സമയത്തും ദുന്യാവോ ദുന്യാവ് ദുന്യാവോ ദുന്യാവ് എന്ന് ചിന്തിക്കുന്ന മനുഷ്യന് ദീനിൽ നിന്ന് വഴിമാറിപ്പോകും. എന്നിട്ട് സാമ്പത്തിക ബാധ്യത അയാൾ വിസ്മരിക്കും. വ്യക്തിപരമായ ബാധ്യതകളുണ്ട്, ഫർള് ഐനായ കാര്യങ്ങൾ, അത് മറന്നുപോകും. നിസ്കാരങ്ങൾ മുടങ്ങിപ്പോകും. അതുപോലെ തന്നെ അയാളുടെ ബാധ്യതകളുണ്ട്, ബാധ്യതകൾ മറന്നുപോകും. എന്റെ വക തഫ്സീർ അല്ല, ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ച തഫ്സീറാണ് ഇതൊക്കെ. അൽഹാക്കും അൽ ഹിർസു അലൽ മാൽ, സമ്പത്തിന്റെ മേലുള്ള അലച്ച നിങ്ങൾ അശ്രദ്ധയിലായിത്തി. വതലബു തക്സീരിഹി, അതിന്റെ വർധനവ് തേടിയിട്ട് നിങ്ങൾ പല സ്ഥലങ്ങളിലേക്കും പോയി. ഹത്താ മനഅതുമുൽ ഹുഖൂഖൽ മാലിയ, അങ്ങനെ സാമ്പത്തിക രംഗത്തെ അവകാശങ്ങൾ നിങ്ങൾ തടഞ്ഞു വെച്ചു. നിങ്ങൾ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ കൃത്യമായി ജമാഅത്തിന് വന്നിരുന്ന, എല്ലാ സമയത്തിനും ജമാഅത്തിന് കൃത്യമായി എത്തിയിരുന്ന സാലബത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. കുറെ പേരിലുണ്ട്, സാലബമാരുണ്ട്, സ്വഹാബിമാര്. സാലബത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, സാലബത്ത് ബിൻ ഹാത്തിബാണ് ഉദ്ദേശിക്കുന്നത്. സാലബത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നല്ല സ്വഹാബിയായിട്ട് ജമാഅത്തിനൊക്കെ വന്ന് പങ്കെടുക്കുന്ന വ്യക്തി, അല്ലാഹുവിന്റെ റസൂലിന്റെ സമ്പത്തിൽ അധികം ഉണ്ടാകാൻ, വർധനവുണ്ടാകാൻ തങ്ങൾ എനിക്ക് ദുആ ചെയ്യണം. അപ്പൊ തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല തന്ന ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കലാണ് നിങ്ങൾക്ക് ഖൈറ്. ചിലർക്ക് അങ്ങനെ ഖൈറുണ്ടാകുക. ചിലർക്ക് അല്ലാഹു തആല സമ്പത്ത് അധികം കൊടുത്താൽ അവർ വഴിവിട്ടു പോകുന്നു കരുതിയിട്ട് ലിമിറ്റാക്കി കൊടുക്കും. അത് അല്ലാഹു തആല പിശുക്കനാണെന്ന് വിശദീകരിക്കണ്ട, നമുക്കുള്ള ഖൈറ് കണ്ടിട്ട് അല്ലാഹു തആല ലിമിറ്റാക്കിയതാണ്. അധികം തന്നാൽ നമ്മൾ പരിധി വിട്ടുപോകും. അപ്പൊ പാകത്തിന് മതിയെന്ന് അല്ലാഹു തീരുമാനിച്ചു, പിന്നെ നമ്മൾ എന്തിനാലും ബേജാറാണ്. ചിലർക്ക് അത്ര കൊടുത്താൽ പോരാ, അവർക്ക് നല്ലോണം കൊടുക്കണം. കാരണം അവരെ സമ്പത്ത് കൊണ്ട് അവർക്കും സമൂഹത്തിനും മൊത്തം ഉപകാരമുണ്ട്, അതുകൊണ്ട് അവർക്ക് ധാരാളം കൊടുക്കണം എന്നുള്ള തീരുമാനിച്ചു. അങ്ങനെ എല്ലാവർക്കും ഒരുപോലെ സമ്പത്ത് അല്ലാഹു തആല കൊടുത്തില്ലല്ലോ. കൊടുക്കാൻ അല്ലാഹുവിന്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞ തിയറി എങ്ങനെ, വലോ ബസത്തല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഗൗ ഫിൽ അർദ്, എല്ലാവർക്കും ഒരുപോലെ സാമ്പത്തിക വിശാലത, ആരോഗ്യ വിശാലത, ദീർഘായുസ്, സൗകര്യങ്ങൾ വിശാലമാക്കി അല്ലാഹു കൊടുത്താൽ എന്തുണ്ടാകും? ലബഗൗ ഫിൽ അർദ്, അതിക്രമം ചെയ്യും. വലാകി യുനസ്സിലു ബിഖദരി മാ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്ന കണക്കനുസരിച്ച് അല്ലാഹു തആല ഇറക്കി കൊടുക്കും. അപ്പൊ ആ സ്വഹാബിക്ക് സമ്പത്ത് അധികം ഉണ്ടായ സംഗതി പോക്കാന്ന് കരുതിയിട്ടാ തങ്ങൾ പറഞ്ഞത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് എന്നെ പോലെ അങ്ങനെ ജീവിച്ചാ പോരെ നിങ്ങള്, പോരാന്ന് വീണ്ടും 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 വാശി പിടിച്ചപ്പോ തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു, അല്ലാഹുമ്മ അക്സിർ മാലഹു, പടച്ചോനെ സമ്പത്ത് അധികം കൊടുക്കല്ലാ. എന്നാ പിന്നെ എല്ലാവർക്കും അങ്ങനെയാണോ തങ്ങൾ ദുആർന്നത്? അല്ല, സമ്പത്ത് അധികം കൊടുക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായി ദുആർന്ന ആൾക്കാർ വേറെയുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. കൂട്ടത്തിൽ ഒരു മഹാനാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ തങ്ങൾ ഇടക്കിടക്ക് വരാറുണ്ട്. ആ വീട്ടിൽ തങ്ങൾ വരാൻ കാരണം ആ വീടുമായി വലിയൊരു ബന്ധമുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ തങ്ങളുടെ അമ്മായിയാണ്.
ഇടക്കിടക്ക് ആ വീട്ടിൽ വന്ന് തങ്ങൾ വിശ്രമിക്കാറുണ്ട്, ഉറങ്ങാറുണ്ട്, ഭക്ഷണം കഴിക്കാറുണ്ട്. ഒരു ദിവസം ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിപ്പോകുമ്പോ മഹദി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നലി ഹുവൈസ, എനിക്കൊരു ചെറിയ പ്രത്യേകതയുണ്ട്. മദീനയിൽ പലർക്കും കിട്ടാത്തൊരു പ്രത്യേകത അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്. എന്താണത്? ഖാദിമുക അനസു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ മകൻ അനസാണ് തങ്ങളെ ഖാദിമ്. തങ്ങളെ ഖാദിം എന്റെ മോനല്ലേ, എനിക്ക് അല്ലാഹു തന്നൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഉദ്ഉല്ലാഹ ലഹു, എന്റെ മകന് വേണ്ടി തങ്ങൾ ഒന്ന് ദ്വാർക്കണം നബിയെ. വീട്ടിൽ നിന്ന് തങ്ങൾ ഇങ്ങനെ ഇറങ്ങാണ്. ഇറങ്ങുന്ന ഇറക്കത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തു പോയി, അല്ലാഹുമ്മ അക്സിർ മാലഹു, സമ്പത്ത് അധികം കൊടുക്കുക അല്ലാഹ്, വവലദഹു, സന്താനങ്ങളും അധികം കൊടുക്കുക അല്ലാഹ്, വഅദ്ഖിൽഹുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുക അല്ലാഹ്. അനസ് റളിയല്ലാഹു അൻഹു രണ്ടെണ്ണം ഞാൻ ഇവിടുന്ന് കിട്ടി, തങ്ങൾ ചോദിച്ച രണ്ടെണ്ണം എനിക്ക് കിട്ടി, മൂന്നാമത്തത് കിട്ടും, ആ താല്പര്യത്തിൽ ഞാൻ ഇങ്ങനെ കടിയാണ്. സാമ്പത്തികമായിട്ട് വർധനവ് ചോദിച്ചു, കിട്ടിയോ? കിട്ടി. മദീനയിൽ സാധാരണ കാരക്കയും ഈത്തപ്പഴമൊക്കെ ഉണ്ടാകുന്ന സീസൺ ചൂടുകാലമാണ്. എല്ലാവർക്കും അറിയാലോ, ഗൾഫ് പോയവർക്കൊക്കെ അറിയാലോ, ചൂടുകാലത്ത് നല്ലോണം പഴുത്തിങ്ങനെ പറിക്കൂലേ. അനസ് റളിയല്ലാഹുവിന്റെ തോട്ടത്തിൽ ശൈത്യകാലത്തും കാരക്കുണ്ടോ, ഈത്തപ്പഴം ഉണ്ടാവും. ഈ ദുആന്റെ ഫലമാണ് അല്ലാഹുമ്മ അക്സിർ മാലഹു, സന്താനങ്ങളെയും അധികം കൊടുക്ക്. മഹാന്മാരായ പണ്ഡിതന്മാർ ഹദീസ് വിശദീകരിച്ചു പറഞ്ഞു, സ്വന്തം മുതുകിൽ നിന്ന് തന്നെ 100-ലധികം മക്കൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. പേരക്കുട്ടികളെ നോക്കിയിട്ടല്ല കേട്ടോ, മക്കളും പേരക്കുട്ടികളും ഒന്നും നോക്കിയിട്ട് നമ്മളെ ഈ കോർഡിനേഷൻ പരിസരത്തുള്ള എല്ലാ ആൾക്കാരും കൂടി അതിലപ്പുറം ഉണ്ടാകും. മൊത്തം അല്ലാഹുമ്മ അക്സിർ വലദഹു, സമ്പത്ത് അധികം, സന്താനം അധികം കൊടുക്കുന്ന പറഞ്ഞപ്പോ സന്താനം സ്വന്തം മക്കൾ തന്നെ 100-ലധികം ഉണ്ട്, പേരക്കുട്ടികൾ വേറെ. ഈ മക്കളൊക്കെ പരിരക്ഷിക്കാനും പോറ്റാനുള്ള നല്ല സമ്പത്തും അല്ലാഹു തആല കൊടുത്തു. ഒരു കുറവും സമ്പത്തിൽ കൊടുത്തിട്ടില്ല. തങ്ങൾ ദ്വാരുന്നതല്ലേ. മൂന്നാമത്തത് ഞാൻ കാത്തു കഴിയാണ്, അതെന്താ? വാദ്ഖിൽഹുൽ ജന്ന, സ്വർഗത്തിലേക്ക് നീ പ്രവേശിപ്പിക്കണം അല്ലാഹ്. ആ ശിഷ്യന് വേണ്ടി തങ്ങൾ ദുആ ചെയ്ത അങ്ങനെ. അതുകൊണ്ട് ആർക്കും സമ്പത്ത് ഉണ്ടാകാൻ ദ്വാരന്നിട്ടില്ല എന്ന് കരുതണ്ട. പക്ഷെ ഓരോരുത്തരെയും മൈൻഡ് തങ്ങൾക്കറിയാലോ, അവരെ ആഖിബത്ത് അറിയാലോ, അവരെ ഉള്ളും കള്ളിയൊക്കെ അറിയില്ലേ. അതുകൊണ്ടാണ് സാലബയോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഉള്ളത് തന്നെ പോരേന്ന് പറഞ്ഞത്. പോരാന്ന് വാശി പിടിച്ച് പലവട്ടം വന്ന് പറഞ്ഞപ്പോൾ സമ്പത്ത് അധികം കൊടുക്കല്ലാന്ന് വരുന്നു. ആരോ 2 ആടിനെ കൊടുത്തു. ആ 2 ആടിനെ ഇങ്ങനെ വളർത്തി കൊണ്ടുപോകുമ്പോൾ പിന്നെ ആട് പ്രസവിച്ച് 5 എണ്ണമായി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ, കുറച്ചുകൂടി സമയം കഴിഞ്ഞപ്പോൾ 10 എണ്ണമായി. പിന്നെ അങ്ങനെ വികസിച്ച് 100, 150 ആയി. 100 ഇങ്ങനെ ഒരു 40ന്റെ പരിധിയൊക്കെ ഇങ്ങനെ വിട്ട് കിടന്നപ്പോ പിന്നെ ജമാഅത്തൊക്കെ പതുക്കെ ഇങ്ങനെ മുടങ്ങി. അൽഹാക്കുമുത് തകാസുർ, ജമാഅത്തൊക്കെ മുടങ്ങി. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വരും, സുബൈക്കോ എപ്പോഴെങ്കിലൊക്കെ ഒന്നിങ്ങനെ വരും. പിന്നെ മറ്റൊക്കെ മുടങ്ങി. പിന്നെ ഇതിലായി ശുഗലായി. പിന്നെ എല്ലാ ജമാഅത്തും നിർത്തലാക്കി, ജുമുഅ മാത്രമായി. ആടുകൾ 100-ലധികം അധികരിച്ചപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ പറഞ്ഞയച്ചു. സക്കാത്ത് തരാൻ വേണ്ടി പറഞ്ഞയച്ചപ്പോ സഅലബ പറഞ്ഞു, അതിനായിട്ടില്ല. കണ്ടോ നിങ്ങൾ, റാസി ഇമാം നിങ്ങൾ എഴുതിയ തഫ്സീർ കണ്ടോ? സമ്പത്തിനോടുള്ള അലച്ച കൊണ്ട് നിങ്ങൾ സാമ്പത്തിക ബാധ്യതകൾ വരെ തടഞ്ഞു വെക്കും. കൊടുക്കേണ്ടത് കൊടുക്കൂല. കൈ കണക്കനുസരിച്ചുള്ളത് കൊടുത്താൽ മതി, ഏറെ കൊടുക്കണ്ട. സക്കാത്തല്ലേ സഹോദരങ്ങളെ? 40 എണ്ണത്തിന് ഒരു ആട് കൊടുത്താൽ പിന്നെ 100 കഴിഞ്ഞിട്ടല്ലേ അടുത്തൊരു സംഖ്യ വരുന്നത്. അത്രയും വരെ അല്ലാഹു തആല ചോദിക്കുന്നത് ഒരാടിനെയല്ലേ. എത്ര വർഷം ആ എണ്ണമാണെങ്കിലും ഓരോ ആടല്ലേ ചോദിക്കുന്നത്. വർഷത്തിൽ ഒരാടല്ലേ ചോദിക്കുന്നത്, 2 എണ്ണം വരെ അല്ല ചോദിക്കുന്നില്ലല്ലോ. 40 കഴിഞ്ഞാൽ പിന്നെ നോക്ക്, നിങ്ങൾ 100 കടിയണ്ടേ അടുത്തൊരക്കത്തിലേക്ക് വരണമെങ്കിൽ. ഇത്ര എളുപ്പമാണ് അല്ലാഹുവിന്റെ നിയമം. പക്ഷേ അലച്ച കൂടിയാൽ ഒന്നും തരാൻ തോന്നൂല, എല്ലാം വിസമ്മതിക്കും. മരിക്കുന്നത് വരെ സംഗതി അങ്ങനെ ഉണ്ടാകും. സാലബ പറഞ്ഞു, സക്കാത്ത് തരാൻ മാത്രമൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. കണക്കനുസരിച്ചായിട്ടുണ്ട്, അലച്ച കൂടിയിട്ടാണ്. സഹാബത്ത് തിരിച്ചു പോന്നു. തങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, വൈഹ സാലബ, യാ വൈഹ സാലബ, സാലബക്ക് സംഭവിച്ചൊരു നഷ്ടം. ഇത്ര നല്ല മനുഷ്യനായിരുന്നു, കൃത്യമായി നിസ്കാരത്തിനും ജമാഅത്ത്. നിസ്കാരമൊന്നുമില്ല, ജുമുഅയില്ല. അപ്പൊ ഏതെങ്കിലും കുന്നിന്റെ മുകളിൽ ഈ ആടുമായിട്ടുള്ള ജനങ്ങൾ കൂടുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു ഗതിയെത്തി.
ആടുകൾ ഇങ്ങനെ വർദ്ധിച്ചു. 200, 250, 300 ആയി. തങ്ങളങ്ങ് വഫാത്തായി. അതിനിടയ്ക്ക് ഒരൊറ്റ സക്കാത്തും കൊണ്ടുവന്നില്ല. പിന്നെ ഏതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തില് സക്കാത്തുമായിട്ട് വന്നപ്പോ തങ്ങൾ സ്വീകരിക്കാത്ത സക്കാത്ത് എനിക്ക് വേണ്ട. തങ്ങളെ കാലത്ത് കൊടുക്കാതെ തടഞ്ഞു വെച്ച സക്കാത്തല്ലേ, കണക്കനുസരിച്ച് അന്ന് തങ്ങൾ ചോദിച്ചില്ലേ, ഹബീബായ തങ്ങൾക്ക് കൊടുത്തില്ലല്ലോ, എനിക്കത് വേണ്ട. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തും സ്വീകരിച്ചില്ല. അങ്ങനെ അങ്ങ് ആള് തീർന്നുപോയി. അത് സംബന്ധിയായിട്ടാണ് അല്ലാഹു ഖുർആനിൽ ആയത്തിറക്കിയത്. വമിൻഹും മൻ ആഹദല്ലാഹ്, മുനാഫിക്കുകളിലുണ്ടൊരു വിഭാഗം, അവർ അല്ലാഹുവിനോട് വാഗ്ദത്തം ചെയ്യും, ലഇൻ ആതാനാ മിൻ ഫളിഹി ലനസ്സദ്ദഖന്ന വലനകൂനന്ന മിനസ് സാലിഹീൻ. അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് ശകലം അല്ലാഹു നമുക്ക് തന്നാൽ ലനസ്സദ്ദഖന്ന, നമ്മൾ ധർമ്മം ചെയ്യും, വലനകൂനന്ന മിനസ് സാലിഹീൻ, നമ്മൾ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെട്ടു പോകും, സജ്ജനങ്ങളിൽ നമ്മൾ ചേരും. അള്ളൊന്ന് തന്നു നോക്കട്ടെ, നമ്മൾ അങ്ങ് ചേരും. അള്ള പറയുന്നു, ഫലമ്മാ ആതാഹും മിൻ ഫളിഹി, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്നൊരു ശകലം അള്ളങ്ങ് കൊടുത്തപ്പോ ബഖിലൂ ബിഹി, അവര് പിശുക്ക് കാണിച്ചു. വതവല്ലൗ, അവര് മുഖം തിരിച്ചു കളഞ്ഞു. വഹും മുഅ്രിദൂൻ, സത്യം സ്വീകരിക്കാതെ അതിനെ അവഗണിച്ചു കളഞ്ഞു. എത്ര കറക്റ്റാണ്. ഫഅഖബഹും നിഫാഖൻ ഫീ ഖുലൂബിഹിം, അത് കാരണം അവരെ മനസ്സിൽ നിഫാഖ് വന്നുപോയി, കാപട്യം വന്നുപോയി. ഇസ്ലാം ഒന്ന് പുറത്തായിട്ടാണ് അവസാനം താലിബ് മരിച്ചുപോയത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ ആലോചിക്കണം. അതുകൊണ്ടാണ് റാസി ഇമാം തങ്ങൾ പറഞ്ഞത്, അൽഹാക്കുമുത് തകാസുർ ഫലാ തൽതഫിതൂന ഇലദ്ദീൻ. പെരുമ വർധനവുണ്ടാക്കി പിന്നെ ദീനിലേക്ക് തിരിഞ്ഞു നോക്കാൻ നിങ്ങൾക്ക് കഴിയൂല. അല്ലാഹു തആല നിങ്ങൾക്ക് തന്നിരുന്നൊരു സ്റ്റേജ്, അതിലങ്ങനെ മുന്നോട്ട് പോയാൽ മതിയായിരുന്നു. പക്ഷേ അതിലപ്പുറം വേണമെന്ന് ചിന്തിച്ച് സാമ്പത്തികമായ ഒരുപാട് ബാധ്യതകളും കുറവുകളും ഉണ്ടാക്കി. അല്ലേ? ഇപ്പോഴും കണ്ടില്ല നിങ്ങൾ ആൾക്കാർ ജീവിക്കാൻ മാത്രം പാകത്തിൽ അല്ലാഹു തആല സമ്പത്ത് കൊടുത്തിരുന്നു. ഇനി അതങ്ങനെ പുഷ്ടിപ്പെടുത്തിയാൽ മതി. അപ്പൊ അയാൾക്ക് ഇങ്ങനെ ആരോന്ന് വന്നിങ്ങനെ സൂചിപ്പിച്ചു, നിങ്ങൾ ഇങ്ങനെ ഇതുകൊണ്ട് മാത്രം കഴിയണ്ട, വേറൊരു ഐഡിയ ഉണ്ട്. ആ ഐഡിയ പ്രയോഗിച്ചാൽ ഇപ്പൊ കിട്ടുന്നതിന്റെ ഇരട്ടി ഒരു മാസം കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ പലരിൽ നിന്നും വാങ്ങിയിട്ട് സമ്പത്തയിലേക്ക് കിട്ടും. അത് പൊട്ടി. ഈ ആൾക്കാർക്കോ കടമായി. അപ്പൊ അവരെ കടം വീട്ടാൻ വേണ്ടി വേറെ ഭാഗത്തുനിന്ന് വാങ്ങിയിട്ട് വേറൊന്ന് തുടങ്ങി, അതും പൊട്ടി. അത്യാവശ്യം ജീവിക്കാൻ മാന്യമായ നിലക്കല്ല കൊടുത്തിരുന്നു. അലച്ചങ്ങോട്ട് മൂത്തിട്ട് അവിഹിത മാർഗങ്ങളിലൂടെ പോയിട്ട് നാട്ടിലുള്ള ആളുകൾക്കൊക്കെ കോടിക്കണക്കിന് കടമായിട്ട് ഒരു നാട് വിട്ടുപോയി. അല്ലേ? നാട്ടിൽ വന്നിട്ട് മുഖത്തോട് മുഖം നോക്കാൻ കഴിയാതെ. എന്താ അതിന്റെ പിന്നിൽ അവരെ പ്രേരിപ്പിച്ചത്? അൽ ഹിർസു അലൽ മാൽ, സാമ്പത്തിക രംഗത്തുള്ള അലച്ച. പാകത്തിനല്ല കൊടുത്തിരുന്നു. അയാൾക്കും 4-5 അംഗങ്ങളുടെ കുടുംബങ്ങൾക്ക് ജീവിക്കാൻ, അധ്വാനിച്ചാൽ നല്ല റാഹത്തോടെ പോകാൻ. അതെങ്ങനെ കരുപ്പിടിപ്പിച്ച് വളർത്തിയാൽ മതി. അതൊന്ന് കാലുറച്ച് റെഡിയായിട്ട് സൗകര്യപൂർവ്വം അടുത്തേ കിടന്നാൽ മതി. തുടങ്ങിയപ്പോ തന്നെ ഏതോ ഒരുത്തം വന്നിങ്ങനെ മന്ത്രിച്ചു, ഇങ്ങനെ ഒരു വകുപ്പുണ്ട്, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് കൊണ്ടുവന്നിട്ട് അതിലേക്ക് ഒന്ന് ഇട്ട് നോക്കി. അപ്പൊ അതിലിട്ട്. വേറെ ആൾ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ വെപ്പുണ്ട്, അതിലിട്ട്. ഞാൻ വർത്തമാന കാലത്തെ കഥകൾ പറയാണ്, എനിക്ക് കോഴിക്കോട്ടെക്കാട്ടിലെ സംഭവങ്ങൾ പറയല്ല, മൊത്തത്തിൽ നടക്കുന്ന കഥ പറയാണ്. സത്യത്തിൽ എത്ര വലിയ നാണക്കേടാണ്. മരിച്ചു പോകുന്ന സമയത്ത് ബാധ്യതകൾ ഭാരമാക്കി ബാക്കി വെച്ചിട്ടില്ലേ അവർ പോകുന്നത്? കോടിക്കണക്കിന് സഹോദരങ്ങൾ ആര് വിട്ടാനാ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പാകത്തിനുള്ളതിൽ അള്ളാഹു നമുക്ക് വാർക്ക് തേറ്റിയേറ്റി തരട്ടെ.